മുഖ്യമന്ത്രി ശ്രീ സതീശൻ എല്ലാ ദിവസവും വെളിപ്പെടുത്തുന്നത് BJPയോട് അദ്ദേഹത്തിനുള്ള വിധേയത്വമാണ്. ആ വിധേയത്വം പുറത്തെറിഞ്ഞാൽ ഉണ്ടാകാനിടയുള്ള നാണക്കേട് മൂടിവെക്കാൻ വേണ്ടി വിചിത്രമായ വാദങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. ആ വാദങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളുമായി മുഖാമുഖം നോക്കിയാൽ സോപ്പ് കുമിളയെപ്പോലെ പൊട്ടിത്തകർന്നു പോകും. അതെല്ലാ ജനങ്ങളും കാണുന്നുണ്ട്. MOU അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഇതെല്ലാം ന്യായം നിരത്തിക്കൊണ്ട് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് PMCയിൽ നിന്ന് UDF സർക്കാർ പിന്നോട്ട് പോകില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ യഥാർത്ഥ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകളും ഗാന്ധിയൻ മൂല്യബോധമുള്ളവരും ഒന്നും അറിയാതെ സതീശനും ഏതാനും ചിലരും സമ്മതം മൂളിക്കഴിഞ്ഞ PMC കണികളിൽ നിന്ന് തലയൂരാൻ താൻ തയ്യാറല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ മലക്കം മുറിച്ചിലെല്ലാം എന്നും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം നിരർത്ഥകമാണ്. PMCയോടുള്ള നിലപാടെന്താണ് കോൺഗ്രസിൻ്റെ? കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം PMC നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് സതീശനും കൂട്ടുകാരും ഇവിടെ വലിയ വായിൽ പറഞ്ഞു, ഞങ്ങൾ വന്നാൽ PMCയെ പിച്ചി ചീന്തി കാറ്റിൽ പറത്തും, ഞങ്ങൾ വന്നാൽ PMCയെ അറബിക്കടലിൽ മുക്കിത്തഴുത്തും. ഇതെല്ലാം പറഞ്ഞ ഈ കൂട്ടർ ലീഗും കോൺഗ്രസും അടങ്ങുന്ന UDF ഇത് PMCയുടെ ഏറ്റവും വലിയ രക്ഷകന്മാരും വ്യക്താക്കളുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് മുഖ്യമന്ത്രി ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. PMCയിൽ നിന്ന് പുറത്തു കടക്കാനാകില്ല എന്ന് പറഞ്ഞ വാദം പൂർണ്ണമായും അബദ്ധമാണ്, അടിസ്ഥാനരഹിതമാണ് ആ വാദം. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ഉറപ്പാണ് ആ കാര്യം. ചോദ്യം ഇതാണ്, PMCയിൽ നിന്ന് പുറത്തു കടക്കാൻ സതീശനും കൂട്ടുകാർക്കും ഈ ഗവൺമെൻറ്റിന് വില്ലുണ്ടോ, രാഷ്ട്രീയമായ ഇച്ഛയുണ്ടോ എങ്കിൽ പുറത്തു കടക്കാൻ പറ്റും. അതില്ലെങ്കിൽ BJPക്ക് വേണ്ടി RSSന് വേണ്ടി PMCയിൽ ചെന്ന് തലവെച്ച് കൊടുത്ത ആ രീതിയിൽ തുടരാൻ വേണ്ടിയാണെങ്കിൽ ഒരു മാർഗവുമില്ലെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. ചോദ്യം ഇതാണ്, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായി എപ്പോഴും അവകാശപ്പെടുന്ന സതീശന് ഈ പറയുന്ന RSSൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കാര്യപരിപാടിയായ PMCയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള പൊളിറ്റിക്കൽ വില്ലുണ്ടോ? ഉത്തരം പറയണം. പൊളിറ്റിക്കൽ വിൽ ഉണ്ടെങ്കിൽ ദർ ഈസ് എ വേ. അത് അദ്ദേഹത്തിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 299 അദ്ദേഹം അതൊന്ന് വായിക്കട്ടെ. ആ വകുപ്പ് ഇങ്ങനെയാണ്: ഓൾ കോൺട്രാക്ട്സ് made in the exercise of the executive power of the union or a state shall be expressed to be made by the president or by the governor of the state as the case may be, and all such contracts and all assurances of property made in the exercise of that power shall be executed on behalf of the president or the governor by such persons and in such manner as he may direct or authorize. ഇതാണ് ആർട്ടിക്കിൾ 299. പ്രഗത്ഭ അഭിഭാഷകനായ
മുഖ്യമന്ത്രിക്ക് ഈ ആർട്ടിക്കിൾ 299 അറിയാമായിരിക്കും. അറിയാമെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം ഇത് വായിച്ചു നോക്കണം. എന്നിട്ട് അദ്ദേഹം പറയട്ടെ ഇത് പ്രകാരം MOUവിൻ്റെ വാലിഡിറ്റി എന്താണ്. രാഷ്ട്രപതിയോ ഗവർണറോ അല്ലാത്ത ആര് പോയി എന്ത് എഴുതി കൊടുത്താലും ഒപ്പിട്ടാലും അതിന് യാതൊരു വിലയുമില്ല. വലിയ സംഭവമായിട്ട് സതീശനും കൂട്ടുകാരും കൊട്ടിക്കൊഷിക്കുന്ന MOU അത് വെറും കടലാസ് മാത്രമാണ്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നൾ ആൻഡ് വോയിഡ്. അതെല്ലാം മൂടി വെച്ചുകൊണ്ട് BJPക്ക് വേണ്ടിയുള്ള ഈ വക്കാലത്ത് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചേ തീരൂ. എന്നിട്ട് അന്തസ്സായി കാര്യം പറയാൻ കഴിയുമ്പോൾ പറയണം. അല്ലെങ്കിൽ തുറന്നു പറയട്ടെ, ഞങ്ങൾക്ക് BJPയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നട്ടെല്ല നിവർത്തിക്കൊണ്ട് ഒന്നും പറയാനും ചെയ്യാനും കഴിയില്ല. ഞങ്ങൾ BJPക്ക് മനസാക്ഷിയും ബുദ്ധിയും പണയപ്പെടുത്തിയവരാണ്. BJP കൽപ്പിച്ചാൽ ഞങ്ങൾക്ക് ആ കൽപ്പന പാലിക്കാനേ പറ്റൂ എന്ന് പറയട്ടെ. അതല്ലാതെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ഹെഡ്ഗേവാർ ഗോഡ്സെ നയം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിന് വേണ്ട. അത് കേരളം ധാരാളം കണ്ടു കഴിഞ്ഞു. അതിന് പൊറുക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ വഴിയുണ്ട്. ആ വഴി ഈ പറഞ്ഞ വഴിയാണ്. അതുകൊണ്ട് കോൺട്രാക്റ്റ് MOU ഒക്കെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു വലിയ വക്കീലിനും അതറിയേണ്ട കടമയുണ്ട്. രണ്ട് ഉദ്യോഗസ്ഥന്മാർ പോയി ഒപ്പിട്ട് കൊടുത്ത ഒരു MOUവിന് ഒരു വലിയ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരമുള്ള കോൺട്രാക്റ്റിൻ്റെ പ്രാബല്യവും ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ അത് വെറും വാദം മാത്രമാണ്. ആ വാദം കഴമ്പില്ലാത്ത ഒന്നാണ്. ആ വാദം വേണ്ട. ഒന്നുറപ്പാണ്, കേരളത്തിന് PMC വേണ്ട. നക്കാപ്പിച്ച കാശിന് വേണ്ടി PMCയിൽ പോയി ഒപ്പിട്ട് വെച്ച് കൊടുത്തുകൊണ്ട് തലവെച്ച് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും വിദ്യാഭ്യാസ രംഗത്തെയും ഭാവിയെയും അപായപ്പെടുത്തുന്ന നീക്കത്തിലേക്ക് കോൺഗ്രസും ലീഗും പോയാൽ ഇടതുപക്ഷം മാത്രമല്ല എല്ലാ വിദ്യാഭ്യാസ പ്രേമികളും ഒറ്റക്കെട്ടായി ആ നീക്കത്തെ ചെറുക്കും, അതിനെ പരാജയപ്പെടുത്തും. ആ ശ്രമത്തിന് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും തീർച്ചയായിട്ടും മുൻനിരയിലുണ്ടാകുമെന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂൺ 9 ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. അത് PMCയെ പറ്റിയല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നൊരു ആക്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അതറിയാമായിരിക്കും. ആ ആക്ട് പ്രകാരം കേരളത്തിൽ യൂണിഫോമിന്, ടെക്സ്റ്റ് ബുക്കിന് എല്ലാം അർഹരായ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താനായി 106.58 കോടി രൂപ കേരളത്തിന് നൽകാൻ വേണ്ടിയുള്ള ഒരു ധാരണയിൽ കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു മിനിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ മിനിറ്റ്സ് പ്രകാരം PMC അല്ല, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരമുള്ള ആ സംഖ്യ 106.58 കോടി വരും. അത് വാങ്ങിയെടുക്കാൻ വല്ല മാർഗവുമുണ്ടെങ്കിൽ അത് വേഗം നോക്കണം. അല്ലാതെ ഇത്തരത്തിലുള്ള ചപ്പടാച്ചി വിദ്യ പറഞ്ഞുകൊണ്ട്, തട്ടിപ്പിൻ്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ കബളിപ്പിക്കുന്ന ഈ വഞ്ചനയുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന നിപ്പ് അപഹാസ്യമാണ്. ആ നിപ്പ് വേണ്ട. വ്യക്തമായി പറയണം കോൺഗ്രസിൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്. PMC നടപ്പിലാക്കാൻ വേണ്ടിയാണെങ്കിൽ തുറന്നു പറയാൻ നേരമായിരിക്കുന്നു. ഇന്ത്യയുടെ ബാക്കി പല ഭാഗത്തും കോൺഗ്രസ് മുൻകൈയിൽ നടപ്പിലാക്കിയ ആ പദ്ധതി ഇവിടെയും നടപ്പിലാക്കുമെന്നാണ് ഭാവമെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഒളിച്ചു കളിക്കലല്ല. ആ ശ്രമത്തിൽ ലീഗിനെ കൂടി പങ്കാളിയാക്കിയിരിക്കുന്നു. അതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം. ദയവായി ജബീ മോത്തർക്കും അബ്ദുൽ വഹാബിനും കിട്ടിയ മറുപടി ഒന്ന് വായിക്കണം മുഖ്യമന്ത്രി. പഴയ കാര്യമല്ല അതൊന്നും. ഒരാഴ്ച പോലും ആയിട്ടില്ല. ജബീ മോത്തർ കോൺഗ്രസ് MP ആണ്, അബ്ദുൽ വഹാബ് ലീഗ് MP ആണ്. രണ്ടുപേർക്കും ലഭിച്ച മറുപടി ഒന്നാണ്. അതുപ്രകാരം LDF കാലത്ത് കേരളം PMCയിലെ പങ്കാളിയല്ല.
വ്യക്തമാണ് കാര്യം, പങ്കാളിയല്ല. LDF കാലത്ത് 2 ഉദ്യോഗസ്ഥന്മാർ ഒപ്പിട്ട ഒരു MOU ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൻ്റെ വഴിക്ക് അല്പം പോലും ഞങ്ങളുടെ സർക്കാർ മുമ്പോട്ട് പോയിട്ടില്ല. LDFന് ആ മഹത്വമുണ്ട്. ഒരു തീരുമാനം രാഷ്ട്രീയമായി തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ നിമിഷം LDF അവിടെ നിർത്തി, മുന്നോട്ട് പോയില്ല. എല്ലാ തുടർ പ്രവർത്തനങ്ങളും മരവിപ്പിച്ചു. അതറിയിച്ചുകൊണ്ട് കത്തയച്ചു കേന്ദ്ര ഗവൺമെൻറ്റിന്. LDF ഇട്ട ഒപ്പിനെപ്പറ്റി പറഞ്ഞുകൊണ്ട്, ആ ഒപ്പ് കാരണം ഞങ്ങൾക്ക് വേറെ യാതൊരു വഴിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ നാടകം അവസാനിപ്പിക്കാൻ കാലമായി. LDF ആ വഴിക്ക് പോയിട്ടില്ല, ഒറ്റ ചില്ലിക്കാശ് പോലും വാങ്ങിയിട്ടില്ല. LDFിൻ്റെ തുളത്ത് ചാരിക്കൊണ്ട് UDFിൻ്റെ ഈ കള്ളക്കളി വേണ്ട. LDF ആണ്, UDF ആണ്. LDFന് PMC വേണ്ട എന്ന കാര്യം CPI മാത്രമല്ല, CPM അടക്കം എല്ലാ LDF പാർട്ടികളും ഒന്നിച്ചു പറയുന്നു. ഞങ്ങൾ PMCയുടെ ഭാഗത്തല്ല. UDFിൽ ലീഗും കോൺഗ്രസും പറയട്ടെ, മഹാത്മാഗാന്ധി, നെഹ്റു പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് പറയട്ടെ, RSSൻ്റെ ഈ പറയുന്ന വിദ്യാഭ്യാസ പരിപാടി വേണ്ട എന്ന കാര്യം അവർ പറയട്ടെ. അത് പറയാതെ LDF പണ്ടെന്തോ ഒരു MOUയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറയും അത് വേണ്ടല്ലോ. LDF നയം നടപ്പിലാക്കാൻ വേണ്ടിയാണോ UDFിൻ്റെ വരവ്? ആണോ? ആ ഒപ്പിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ നാടകങ്ങളി ഇനി വേണ്ട. അതെല്ലാം ജനങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, വെളുത്തിരിക്കുന്നു. ഇനിയെങ്കിലും ഈ പറയുന്ന നാടകവിദ്യയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയം പറയണം, നിലപാട് പറയണം മുഖ്യമന്ത്രി എന്നാണ് പറയാനുള്ളത്. എന്തോ അതെ, എന്തുകൊണ്ട് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ലവലേശം താല്പര്യമില്ല. നിലപാടതാണ്. LDF തീരുമാനപ്രകാരം CPI CPM ബോധ്യപ്രകാരം PMC നടപ്പിലാക്കേണ്ടതില്ല. അതുകൊണ്ട് ഒന്നും ചെയ്തിട്ടേ ഇല്ല. ഒറ്റ ചില്ലിക്കാശ് പണം മേടിച്ചിട്ടില്ല. അതിന് വ്യക്തമല്ലേ? ഒരു പദ്ധതിയില്ലല്ലോ. അജിത് അവിടെ പോയിരുന്നു, എല്ലാം പറഞ്ഞല്ലോ. ഇവിടെ ഒരു പദ്ധതിയുമില്ല. MOUവിന് there is no ബൈൻഡിങ് ലീഗൽ സ്റ്റാറ്റസ്. MOUവിന് ഒന്നുമില്ല. എന്തോ ലീഗൽ ഭാഗം പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ഇല്ലെന്ന കാര്യം കത്ത് വെച്ചിട്ടുണ്ട്. ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ഭാവമില്ല. ഒപ്പിട്ടത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ LDF ആ തെറ്റ് തിരുത്തി. അതാണ് ഇടതുപക്ഷം. തെറ്റ് ബോധ്യപ്പെട്ടാൽ ഇടതുപക്ഷം തിരുത്തും. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട തിരുത്തലും ഒന്നും UDF ഭാഗത്തില്ല. UDFന് തെറ്റുകൾ തന്നെ അറിയാവൂ. അല്ല, ഫുൾ സ്റ്റോപ്പാണ് ഞങ്ങൾക്ക്. അത് ഫുൾ സ്റ്റോപ്പാണ്. LDF നടപ്പിലാക്കിയിട്ടില്ല, അതാണ് ഫുൾ സ്റ്റോപ്പ്. സുഹൃത്തുക്കളെ, LDF ഇന്ന് ഭരിക്കുന്നില്ല. ഇന്ന് ഭരിക്കുന്നത് UDF ആണ്. LDF കാലത്ത് ഒരു MOU ഉണ്ടായിട്ടുണ്ട്. ആ MOU നടപ്പിലാക്കാൻ ഞങ്ങൾ ഇല്ലെന്ന കാര്യം പറഞ്ഞുകൊണ്ട് അത് ഫ്രീസ് ചെയ്തുകൊണ്ട് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയ ഉപസമിതി കൂടിയിട്ടേയില്ല. എന്തുകൊണ്ടെന്നാൽ നടപ്പിലാക്കാൻ LDFന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് രാഷ്ട്രീയ തീരുമാനമാണ്. അല്ല, രാഷ്ട്രീയ തീരുമാനം അല്ല, എല്ലാം ഒന്ന് തന്നെ. ഇൻഎഫക്റ്റ് ഒന്ന് തന്നെ. നടപ്പിലായോ? ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടിയില്ല. നടപ്പിലായോ? ഒരു പൈസ മേടിച്ചോ?
ഒരു പൈസ മേടിച്ചോ? നടപ്പിലാക്കിയോ? ഒന്നുമില്ലല്ലോ. നടപ്പിലാക്കാതിരിക്കുന്നത്, പണം സ്വീകരിക്കാതിരുന്നത് എല്ലാം ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. ഇപ്പോഴും ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ലീഗലായിട്ട് സാങ്ക്ടിറ്റി ഇല്ലാത്ത ഒരു MOUവിൻ്റെ പേരിൽ അത്രയും ധാരാളം മതി. അത് മതിയാകും. അത് ആർട്ടിക്കിൾ 299 പ്രകാരമുള്ള ഒരു കോൺട്രാക്റ്റ് അല്ല. അത്രയേ ഉള്ളൂ. ഇതൊന്നുമില്ലല്ലോ. അത് വേറെ അല്ലല്ല. ആ അധ്യായം അടച്ചിട്ടില്ല. ആ അധ്യായം തുറന്ന് കിടക്കുന്നുണ്ട്. അതെനിക്കറിയില്ല. അത് നടക്കും സുഹൃത്തുക്കളെ. അത് തീയതി അറിയില്ല. LDF ചേരും. യഥാസമയത്ത് LDF യോഗം ചേരും. യഥാസമയത്ത് LDF ചർച്ച നടക്കും. മുന്നണി യോഗം ചേരും. എന്തോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. മുന്നണി യോഗം ചേരും. ആ സമയം ഇപ്പം പറയാൻ പറ്റില്ല. മുന്നണി യോഗം ചേരും. മുന്നണിയായിട്ട് മുമ്പോട്ട് പോകും. അല്ല, മുന്നണി യോഗം ചേരാൻ വേണ്ടി തീരുമാനം ഉണ്ടാകാൻ ഇടയില്ലല്ലോ. പാർലമെൻ്ററി പാർട്ടി യോഗം ചേരാൻ ഇടയില്ല. തീരുമാനം ഉണ്ടാകാതെ മുന്നണി യോഗം ചേരാം. LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരണമെങ്കിൽ തീരുമാനം ഉണ്ടാകണം. LDFൻ്റെ ഒരു ഘടകകക്ഷിയാണ് CPI. പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ആ ഘടകകക്ഷിയായിട്ട് CPI നല്ല ബോധ്യമുണ്ട്. LDF ആയിട്ട് മുമ്പോട്ട് പോകണം. LDFന് ദൗർബല്യം ഉണ്ടാകാൻ പാടില്ല. LDFൻ്റെ രാഷ്ട്രീയമായ ആശയപരമായിട്ടുള്ള ശക്തിയെ ദൃഢമാക്കാൻ വേണ്ടി ഞങ്ങളുടെ പങ്ക് CPI വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമെന്നല്ല, വിട്ടുവീഴ്ചയില്ല. ഓക്കെ. അല്ല, PSCയിൽ ഇന്നുള്ള ഘടനപ്രകാരമുള്ളവർ അങ്ങനെ ഒരു കുറ്റം ചെയ്യുമെന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല. കുറ്റമുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.